പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഞാൻ കർത്താവിനെ സ്നേഹിക്കുന്നു. എൻ്റെ പ്രാർത്ഥനയുടെ സ്വരം അവിടുന്ന് ശ്രവിച്ചു. അവിടുന്ന് എനിക്ക് ചെവി ചായ്ച്ചു തന്നു. ഞാൻ ജീവിതകാലം മുഴുവൻ അവിടുത്തെ വിളിച്ചപേക്ഷിക്കും. മരണക്കിണി എന്നെ വലയം ചെയ്തു. പാതാള പാശങ്ങൾ എന്നെ ചുറ്റി. ദുരിതവും തീവ്രവേദനയും എന്നെ ഗ്രസിക്കുന്നു. ഞാൻ കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിച്ചു. കർത്താവെ, ഞാൻ യാചിക്കുന്നു, എൻ്റെ ജീവൻ രക്ഷിക്കണമേ. ദൈവമായ കർത്താവെ, സങ്കീർത്തകൻ 116 അവിടുത്തെ തിരുമുൻപിൽ പ്രാർത്ഥിക്കുന്നത് പോലെ ഞങ്ങളെല്ലാവരും ഒന്നുചേർന്ന് അവിടുത്തെ തൃപ്പാദങ്ങൾ ഞങ്ങളെ തന്നെ സമർപ്പിച്ചുകൊണ്ട് അവിടുത്തെ കരുണാകടാക്ഷത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ്റെ മേലും അങ്ങ് കരുണയായിരിക്കണമേ. അവിടുത്തെ ദിവ്യസുതനായ യേശുവിൻ്റെ അതിദാരുണമായ പീഡാനുഭവത്തെ പ്രതി കർത്താവെ, ഞങ്ങളുടെ പാപങ്ങൾ മായ്ച്ചു കളയുകയും ഞങ്ങളുടെ അപരാധങ്ങൾ കഴുകിക്കളയുകയും തെറ്റുകൾ തുടച്ചു മാറ്റുകയും ചെയ്യണമേ. അവിടുത്തെ ദിവ്യസ്നേഹം കൊണ്ട്, അവിടുത്തെ ദിവ്യകാരുണ്യം കൊണ്ട് ഞങ്ങളെല്ലാവരെയും നിറയ്ക്കണമേ. കർത്താവെ, അവിടുത്തെ തിരുവചനം അയച്ച് ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശവും മനസ്സിന് ശക്തിയും നൽകണമേ. അവിടുത്തെ സ്നേഹം ഞങ്ങളെ വലയം ചെയ്യട്ടെ. അവിടുത്തെ ശക്തി ഞങ്ങൾക്ക് ബലം പകരട്ടെ. ദൈവമേ, ഞങ്ങളുടെ ദൈവമേ, ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, നന്ദി പറയുന്നു. പരിശുദ്ധാമേ, ദൈവമാതാവേ, ഞങ്ങളുടെ പിതാക്കന്മാരെ, സകല പ്രവാചകന്മാരെ, അപ്പസ്തോലഗണങ്ങളെ, രക്തസാക്ഷികളെ, വിശുദ്ധരെ, സകല മാലാഖമാരെ, ഞങ്ങൾക്ക് വേണ്ടി ദൈവസന്നിധിയിൽ മധ്യസ്ഥം വഹിച്ച് അനുഗ്രഹത്തിൻ്റെ നീർച്ചാലായി ഞങ്ങൾ മാറുവാൻ പ്രാർത്ഥിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വര എന്നേക്കും ആമേൻ. വിശുദ്ധ ലൂക്ക എഴുതിയ നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം, അധ്യായം 1, തിരുവചനം 67 മുതൽ. അവൻ്റെ പിതാവായ സക്രിയ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു പ്രവചിച്ചു: ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് വാഴ്ത്തപ്പെട്ടവൻ. അവിടുന്ന് തൻ്റെ ജനത്തെ സന്ദർശിച്ച് രക്ഷിച്ചിരിക്കുന്നു. നീയോ കുഞ്ഞെ, അത്യുന്നതൻ്റെ പ്രവാചകൻ എന്ന് വിളിക്കപ്പെടും. കർത്താവിന് വഴിയൊരുക്കുവാൻ അവിടുത്തെ മുൻപേ നീ പോകും. അത് അവിടുത്തെ ജനത്തിന് പാപമോചനം വഴിയുള്ള രക്ഷയെക്കുറിച്ച് അറിവ് കൊടുക്കുവാനും നമ്മുടെ ദൈവത്തിൻ്റെ കാരുണ്യാതിരേകം കൊണ്ട് ഉയരത്തിൽ നിന്നുള്ള ഉദയരശ്മി നമ്മെ സന്ദർശിക്കുമ്പോൾ ഇരുളിലും മരണത്തിൻ്റെ നിഴലിലും ഇരിക്കുന്നവർക്ക് പ്രകാശം വീശുവാനും സമാധാനത്തിൻ്റെ മാർഗത്തിലേക്ക് നമ്മുടെ പാദങ്ങളെ നയിക്കുവാനും വേണ്ടിയാണ്. ശിശു വളർന്നു, ആത്മാവിൽ ശക്തിപ്പെട്ടു. ഇസ്രായേലിന് വെളിപ്പെടുന്നത് വരെ അവൻ മരുഭൂമിയിലായിരുന്നു. യേശുക്രിസ്തുവിൽ സ്നേഹമുള്ള മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, സക്രിയാസ് പ്രവാചകൻ തൻ്റെ മകനെക്കുറിച്ച് വെളിപ്പെടുത്തുന്ന, പ്രവചിക്കുന്ന തിരുവചനമാണ് നാം ഇപ്പോൾ ശ്രവിച്ചത്. നീയോ കുഞ്ഞെ, അത്യുന്നതൻ്റെ പ്രവാചകൻ എന്ന് വിളിക്കപ്പെടും. പ്രിയ സഹോദരങ്ങളെ, ഒരപ്പൻ തൻ്റെ മകനെക്കുറിച്ച് പറയുന്ന വാക്കാണിത്. നീയോ കുഞ്ഞെ, അത്യുന്നതൻ്റെ പ്രവാചകൻ എന്ന് വിളിക്കപ്പെടും. കർത്താവിന് വഴിയൊരുക്കുവാൻ അവിടുത്തെ മുൻപേ നീ പോകും. പിറന്നു വീണ് അമ്മയുടെ ഒക്കത്തിരിക്കുന്ന മകനെ നോക്കി ഒരപ്പൻ പറയുന്നു, തുടർന്നും പറയുന്നു, അവിടുത്തെ ജനത്തിന് പാപമോചനം വഴിയുള്ള രക്ഷയെക്കുറിച്ച് അറിവ് കൊടുക്കുവാനായി നീ പോകുന്നു. നമ്മുടെ ദൈവത്തിൻ്റെ കാരുണ്യാതിരം കൊണ്ട് ഉയരത്തിൽ നിന്നുള്ള ഉദയരശ്മി നമ്മെ സന്ദർശിച്ചിരിക്കുന്നു എന്ന സത്യം വെളിപ്പെടുത്തുവാനായി നീ പോകും. ഇരുളിലും മരണത്തിൻ്റെ നിഴലിലും ഇരിക്കുന്നവർക്ക് പ്രകാശം വീശുവാനായി നീ പോകും. നമ്മുടെ പാദങ്ങളെ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക്, ദൈവത്തിൻ്റെ പക്കലേക്ക് നയിക്കുവാനായി നീ പോകും. അവൻ ആത്മാവിൽ വളർന്നു. പ്രിയ സഹോദരി സഹോദരങ്ങളെ,
ഒരപ്പൻ്റെ മകനെ കുറിച്ചുള്ള കാഴ്ചപ്പാട് എന്തൊക്കെയാണ് എന്ന് ഇവിടെ വെളിപ്പെടുത്തുകയാണ്. അപ്പൻ മകൻ എന്തൊക്കെയായി തീരണമെന്ന് ആഗ്രഹിക്കുന്നുവോ അങ്ങനെയൊക്കെയായി തീരാം. ഒരപ്പൻ്റെയും അമ്മയുടെയും കയ്യിലേക്ക് ദൈവം കൊടുക്കുന്ന ഒരു ശിശു, അത് അവർക്ക് ആ ശിശുവിനെ വേണമെങ്കിൽ ഒരു മാണിക്യക്കല്ല് പോലെ വാർത്തെടുക്കാം, അല്ലെങ്കിൽ ഒരു കാട്ടുകല്ല് പോലെയും ആക്കി തീർക്കാം. അവരുടെ മനോഭാവങ്ങൾ, ആറ്റിറ്റ്യൂഡ്, അപ്പൻ്റെയും അമ്മയുടെയും മനോഭാവങ്ങൾ എങ്ങനെയോ, അവരുടെ ആശകൾ എങ്ങനെയോ, അവരുടെ മക്കളെക്കുറിച്ചുള്ള സങ്കല്പങ്ങൾ എപ്രകാരമോ അപ്രകാരം തന്നെ മക്കള് ആയിത്തീരും. എങ്ങനെ? പ്രത്യേകിച്ച് ദൈവത്തിൻ്റെ കൃപയും കൂടി അവരുടെ മേൽ വന്നു കഴിയുമ്പോൾ. അവൻ ആത്മാവിൽ ശക്തിപ്പെട്ടു. സക്രിയാസും എലിസബത്തും ആത്മാവിൽ ജ്വലിച്ചിരുന്ന ജീവിതം നയിച്ചവരാണ്. ദൈവത്തിന് പ്രീതികരമായ ജീവിതം നയിച്ചവരാണ്. ദൈവത്തിന് സ്വീകാര്യമായ ജീവിതം നയിച്ചവരാണ്. അങ്ങനെയുള്ള ജീവിതത്തിൽ അവർ വളർന്നു വലുതായി അപ്രകാരം തന്നെ സക്രിയാസിന്റെ മകൻ യോഹന്നാൻ മാബ്ദാനെയും വളരുകയാണ്, അഥവാ വളരണമെന്ന് അപ്പൻ ആഗ്രഹിക്കുകയാണ്. നീയോ കുഞ്ഞെ അത്യുന്നതന്റെ പ്രവാചകൻ എന്ന് വിളിക്കപ്പെടും. നോക്കുകയെ, സക്രിയാസ് അപ്രകാരം ഈ മകനെ രൂപപ്പെടുത്തി വളർത്തി വലുതാക്കുമ്പോൾ നമ്മൾ പിന്നീട് കാണുന്നത് യോഹന്നാൻ മാബ്ദാൻ എന്ന വലിയ പ്രവാചകനെയാണ്. ഇതാ മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവന്റെ ശബ്ദം, കർത്താവിന് വഴിയൊരുക്കുവിൻ, അവന്റെ പാതകൾ നേരെയാക്കുവിൻ, അവന്റെ കയ്യിൽ വീശുമുറമുണ്ട്. ഈ വചനമെല്ലാം ഓർത്തു നോക്കുകയെ, യോഹന്നാന്റെ ഇടിമുഴക്കം പോലെയുള്ള സ്വരം കേട്ട് ദൈവജനം യോർദാൻ നദിയിലേക്ക് ഓടിക്കൂടുകയും അനുതാപത്തിന്റെ മാമുദീസ സ്വീകരിക്കുകയും ചെയ്യുന്ന രംഗം നാം പിന്നീട് കാണുകയാണ്. അപ്പൻ്റെ ജീവിത സങ്കല്പം എന്തിനെക്കുറിച്ച്, ആരെക്കുറിച്ച്? മകനെക്കുറിച്ചുള്ള ജീവിത സങ്കല്പം അക്ഷരാർത്ഥത്തിൽ യോഹന്നാനിൽ നിറവേറി. പ്രിയ മാതാപിതാക്കളെ, നിങ്ങൾക്ക് നിങ്ങളുടെ മക്കളെക്കുറിച്ച് വ്യക്തവും കൃത്യവുമായ ഉൾക്കാഴ്ചയുണ്ടായിരിക്കണം. അവരെന്തായി എങ്ങനെയായി മാറണമെന്ന കാഴ്ചപ്പാട് നിങ്ങൾക്കുണ്ടാകണം. ഇനി ആ കാഴ്ചപ്പാട്, ആ ദർശനം, അത് സാക്ഷാത്കരിക്കാൻ അനിവാര്യമായിട്ട് വേണ്ടത് നിങ്ങളുടെ സഹകരണം മാത്രമല്ല, ഒരുപക്ഷെ അതിലുപരി ദൈവത്തിൻ്റെ കൃപാവരമാണ്. സക്രിയാസും എലിസബത്തും യോഹന്നാനെ ദേവാലയത്തോട് ചേർത്ത് വെച്ച് രൂപപ്പെടുത്തിക്കൊണ്ടിരുന്നു. ദൈവവചനം ഒന്നൊന്നായി പകർന്നു കൊടുത്ത് അവനെ പാകപ്പെടുത്തിക്കൊണ്ടിരുന്നു. അങ്ങനെ വന്നപ്പോൾ ഇതാ സക്രിയാസിന്റെ ജീവിതം മുഴുവൻ ദൈവോന്മുഖമായി, മനുഷ്യോന്മുഖമായി. ഒരപ്പന് അമ്മയ്ക്ക് തങ്ങളുടെ മക്കളെ എങ്ങനെ വളർത്താം എന്ന് ചോദിച്ചാൽ, ഒരേ സമയം ദൈവത്തിലേക്കും അതേസമയം സഹോദരങ്ങളിലേക്കുമുള്ള ആ വളർച്ചയിൽ പാകപ്പെടുത്തുക എന്നുള്ളതാണ്. മനുഷ്യത്വവും ദൈവികതയും മക്കളിൽ രൂപപ്പെടുത്തിയെടുക്കുക, അതാണ് മാതാപിതാക്കൾക്ക് ദൈവം നൽകിയിരിക്കുന്ന ദൗത്യം. സങ്കീർത്തനം 127:3 പറയും, കർത്താവിൻ്റെ ദാനമാണ് മക്കൾ, ഉദരബലം ഒരു സമ്മാനവും. അപ്പോൾ കർത്താവിൻ്റെ ദാനമാണ് ഓരോ ശിശുവും എന്നുള്ള ഉറച്ചതും ഉത്തമവുമായ ബോധ്യത്തിൽ വേണം മാതാപിതാക്കൾ മക്കളെ നോക്കിക്കാണുവാൻ. ആ നോട്ടം തന്നെ, ആ വിചാരം തന്നെ മക്കളുള്ള അവരുടെ ദൗത്യം ദൈവത്തിന് സ്വീകാര്യമായ വിധത്തിൽ പൂർത്തിയാക്കാൻ അവരെ പ്രാപ്തരാക്കും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ മഹത്വം, യേശുവേ ആരാധന. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പുറപ്പാട് പുസ്തകത്തിൽ സുന്ദരമായ ഒരു സങ്കല്പമുണ്ട്, ഒരു രൂപഭാവങ്ങളുണ്ട് മാതാപിതാക്കളെക്കുറിച്ചും മക്കളെക്കുറിച്ചുമുള്ളത്. എന്താണെന്നു? മോശയുടെ കഥയാണ്. മോശെ ജനിക്കുന്നതിന് മുൻപ് തന്നെ ഈജിപ്തിൽ ഫറവോയും കൂട്ടരും ഒരു നിയമം നടപ്പാക്കിയിട്ടുണ്ട്. ആ ഡിക്ലെയർ ചെയ്തിരിക്കുന്ന നിയമം ഇതാണ്. എന്താണെന്ന് ചോദിച്ചാൽ, ഈജിപ്തിലെ ഇസ്രായേൽക്കാരുടെ എണ്ണം പെരുകി വരുന്നു, അവർ പ്രബലരാകുന്നു എന്ന് കണ്ടതുകൊണ്ട് ഈജിപ്തിലെ നേതാക്കന്മാരും രാജാവായ ഫറവോയും ചേർന്ന് ഇസ്രായേൽക്കാർക്ക് ജനിക്കുന്ന ആദ്യജാതന്മാരെ, ആൺകുട്ടികളെ എല്ലാം കൊന്നുകളയുവാനായിട്ട് കൽപ്പന പുറപ്പെടുവിച്ചിരിക്കുകയാണ്. അങ്ങനെ പെൺകുട്ടികൾ മാത്രം അവർക്കുണ്ടാകട്ടെ, നിലനിൽക്കട്ടെ, ആൺകുട്ടികളെ എല്ലാം നശിപ്പിച്ച് കളയുക. അപ്പോൾ കൊലയുടെ നിയമം, കുഞ്ഞുങ്ങളെ കൊല്ലുന്ന നിയമം ഒരു വിധത്തിൽ പറഞ്ഞാൽ ഈജിപ്തിൽ രൂപപ്പെട്ടതാണ്. അങ്ങനെ രൂപപ്പെട്ട നിയമം പക്ഷേ അത് ചെയ്തില്ലെങ്കിലോ രാജകൽപ്പനയാണ്, മാതാപിതാക്കളുടെ ജീവൻ തന്നെ അപകടത്തിലാണ്. പക്ഷെ എന്നിട്ടും രസകരമായൊരു കാഴ്ച എന്താ, സത്യം എന്താ? മോശയുടെ മാതാപിതാക്കൾ
മോശ ജനിച്ചത് ഇപ്പോൾ രാജകൽപ്പന അനുസരിച്ച് ചെയ്തില്ല, കൊച്ചിനെ കൊന്നു കളഞ്ഞില്ല. ശിശു കോമളനായിരുന്നു എന്നാണ് പറയുന്നത് മോശയെക്കുറിച്ച്. അത്ര സുന്ദരനായിരുന്നു മോശ. അവനെ കൊല്ലുവാനോ അവന്റെ മേൽ കത്തിവെക്കുവാനോ അവനെ വലിച്ചെറിയുവാനോ ഒന്നും ആ മാതാപിതാക്കളുടെ കരങ്ങൾക്ക് ബലമുണ്ടായിരുന്നില്ല, ആത്മാവിൽ ശക്തിയും ഉണ്ടായിരുന്നില്ല. അവര് രാജകൽപ്പന ധിക്കരിച്ചുകൊണ്ട് തന്നെ ഈ കുഞ്ഞിനെ അതീവ രഹസ്യമായിട്ട് വളർത്തുകയാണ്. ഈ കുഞ്ഞിന്റെ കരച്ചിൽ പോലും പുറത്ത് കേൾക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അവർ ശ്രദ്ധിക്കുകയാണ്. അങ്ങനെ മോശയെ വളർത്തി വളർത്തി ഈ മാതാപിതാക്കൾ മുന്നോട്ട് പോകുകയാണ്. 2-3 മാസം കഴിയുമ്പോഴേക്കും അവനെ രഹസ്യമായി വെച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല എന്ന അവസ്ഥ വരുമ്പോൾ പക്ഷെ കൊല്ലാനും അവിടെ മനസ്സ് അനുവദിക്കുന്നില്ല. നിയമം കൽപ്പിക്കുന്നു, പക്ഷെ മനസ്സ് അതിന് തടസ്സമായി നിൽക്കുന്നു. അവസാനം എന്താ ചെയ്യുന്നത്? അവരൊരു പെട്ടകം ഉണ്ടാക്കി, ഒരു കൊച്ചു പെട്ടി ഉണ്ടാക്കി. ആ പെട്ടിക്കകത്ത് വെള്ളം കയറാത്ത വിധത്തിലുള്ള എല്ലാ ക്രമീകരണങ്ങളും നടത്തി ഈ ഫറവോയുടെ മകൾ കുളിക്കുവാൻ വരുന്ന കടവില് നദിയുടെ തീരത്ത് കാടുകൾക്കിടയിൽ കുറ്റിച്ചെടികൾക്കിടയിൽ കൊണ്ടുവന്ന് കൊച്ചിനെ ഒളിച്ചു വെക്കുകയാണ് ചെയ്യുന്നത്. അവൾ കുളിക്കാൻ വരുമ്പോൾ ഈ കുഞ്ഞിനെ കാണുന്നു. അതേസമയം തൻ്റെ കുഞ്ഞിന് എന്ത് സംഭവിക്കുന്നു എന്ന് അറിയുവാൻ വേണ്ടിയിട്ട് ഈ അമ്മ അതീവ രഹസ്യമായി അടുത്ത സമീപത്ത് ഒളിച്ചിരിപ്പുണ്ട്. ഈ കുറ്റിക്കാട്ടിൽ ഈ പൊന്തക്കാട്ടിലിരിക്കുന്ന ഈ പെട്ടകം എടുക്കുന്നു, അവരെ തോഴിയെ കൊണ്ട് ഇടിപ്പിക്കുന്നു, കുഞ്ഞിനെ തിരിച്ചറിയുന്നു. സുന്ദരനായ കുട്ടി മോശ അവനെ തിരിച്ചറിയുകയും അവൻ അത് കണ്ടിട്ട് ഈ അമ്മയാണെന്ന് നടിക്കാതെ, അമ്മയാണെന്ന് ഭാവിക്കാതെ ഇവരുടെ പക്കലേക്ക് അടുക്കുകയും ചെയ്യുന്ന രംഗങ്ങള് എത്ര രസകരമായ കാഴ്ചയാണ്. അതിനുശേഷം ഒന്ന് ഓർത്തു നോക്കി ഈ സഹോദരങ്ങളെ, ഈ അമ്മ പറയുകയാണ്, ഞാൻ ഈ കൊച്ചിനെ മുലപ്പാൽ കൊടുത്ത് വളർത്താം, ഞാനിതിൻ്റെ തോഴിയായിക്കൊള്ളാം, നിനക്ക് വളർത്തി വലുതായി കഴിയുമ്പോൾ വിട്ടുതരാം. അങ്ങനെ ഈ അമ്മയുടെ സ്ഥാനം ഭാഗ്യമായിട്ട് മറച്ചു വെച്ചിട്ട് ഒരു തോഴിയുടെ ഭാവത്തിൽ ഈ കുഞ്ഞിനെ സ്വീകരിക്കുകയും കുഞ്ഞിനെ വളർത്തുകയും കുഞ്ഞു വലുതായി കഴിയുമ്പോൾ, മോശ വലുതായി കഴിയുമ്പോൾ പറവോയുടെ മകൾക്ക് കൊടുക്കുകയും ചെയ്യുന്നു. പറവോ അവൾക്ക് വെള്ളത്തിൽ നിന്നും ഒക്കെ പൊക്കിയെടുത്തു, അല്ലെങ്കിൽ കടൽ തീരത്ത് ഈ നദീതീരത്ത് നിന്ന് എടുത്തതിൻ്റെ സൂചനയായിട്ട് മോശ എന്ന പേരിട്ട് വളർത്തുകയൊക്കെ ചെയ്യുക. പ്രിയ മാതാപിതാക്കളെ, ഇതാ നമ്മുടെ ചുറ്റുപാടുകളിൽ എല്ലാ രാജ്യങ്ങളിലും തന്നെ ഇപ്പോൾ ഒരു നിയമമുണ്ട്. ശിശുക്കളെ അമ്മയുടെ ഉദരത്തിലായിരിക്കുമ്പോൾ തന്നെ കൊന്നുകളയുക. പക്ഷെ എത്ര വിപരീതമായ ഒരു അപ്രോച്ചാണ് ഈ മോശയുടെ അമ്മയും മോശയുടെ അപ്പനും എടുക്കുന്നതെന്ന് ഓർത്ത് നോക്കുകയെ. കൽപ്പനകളും നിയമങ്ങളും ഉണ്ടായിരിക്കെ അതിന് വിപരീതമായിട്ട് പ്രവർത്തിച്ചുകൊണ്ട് മോശയെ അവർ വളർത്തുകയാണ്. ഇനി അതിലൂടെ മോശയിലൂടെ ദൈവജനത്തിന് ലോകത്തിന് തന്നെ കൈവരുന്ന നേട്ടങ്ങൾ അനവധിയാണ്, സങ്കല്പിക്കാൻ പറ്റാത്ത വിധത്തിൽ. അപ്പോൾ നമ്മൾ നശിപ്പിച്ച് കളയുന്ന ഓരോ കുഞ്ഞും, പ്രിയ മാതാപിതാക്കളെ ഓർക്കണം, ഒരു രാജ്യത്തിൻ്റെ, ഒരു ജനതയുടെ, ഒരു കുടുംബത്തിൻ്റെ ഐശ്വര്യവും മോചകനും രക്ഷകനും ഒക്കെ ആയിരിക്കും. മനുഷ്യകുലത്തിൻ്റെ തന്നെ അവിഭാജ്യ ഘടകമായി മാറേണ്ടവനായിരിക്കും. മനുഷ്യകുലത്തിന് തന്നെ ഒരു പുതിയ ദർശനവും പുതിയ സ്വാതന്ത്ര്യ മേഖലയൊക്കെ തുറന്നു കൊടുക്കുന്ന വ്യക്തിയായിരിക്കും. അപ്പോൾ മക്കളെ എങ്ങനെ വളർത്തണം? ദൈവത്തിൻ്റെ ഹിതാനുസരണം അവരെ സ്നേഹിച്ച്, അവരെ ലാളിച്ച്, അവർക്ക് വേണ്ടി മാത്രം നിലകൊണ്ടുകൊണ്ട് മാതാപിതാക്കൾ ജീവിക്കണം എന്നാണ് തിരുവചനം പറയുക. മക്കളെ, പരിശുദ്ധാമ്മയുടെ കഥയോർത്ത് നോക്കിയേ. ഉണ്ണീശയെ കുറിച്ച് മറിയം പറയുന്നത് എന്താ? എനിക്ക് ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തു തന്നിരിക്കുന്നു. ശക്തനായ ദൈവം എനിക്ക് നൽകിയ വലിയ കാര്യമാണ്, വലിയ നിധിയാണ്, വലിയ സമ്മാനമാണ് എൻ്റെ മകൻ യേശു, ശിശുവായ യേശു. പ്രിയപ്പെട്ട മാതാപിതാക്കളെ, നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഓർക്കാൻ പറ്റണം ഈ സത്യം. എനിക്ക് ഈ ലോക ജീവിതത്തിൽ ദൈവത്തിന് നൽകാൻ പറ്റുന്നതിൽ ഏറ്റവും വലിയ ദാനവും ഏറ്റവും വലിയ സമ്മാനവും എൻ്റെ മകനാണ്, എൻ്റെ മകളാണ്, ഞങ്ങളുടെ മക്കളാണെന്ന് നിങ്ങൾ ഓർക്കണം. അതിൽ വലിയൊരു കൃപ നിങ്ങൾക്ക് ലഭിക്കാനില്ല. ഈ ലോകത്തിലെ സമ്പത്ത് മുഴുവൻ നിങ്ങൾക്ക് ലഭിച്ചാലും എന്ത് കാര്യം? നിങ്ങളുടെ കണ്ണായി, നിങ്ങളുടെ കരളായി, നിങ്ങളുടെ ഹൃദയമായി നിൽക്കുന്നത് വാസ്തവത്തിൽ നിങ്ങളുടെ മക്കളല്ലേ. എൻ്റെ കണ്ണാണവൻ എന്ന് പറയുന്ന അവസ്ഥ, എൻ്റെ ഹൃദയമാണ് അവൾ എന്ന് പറയുന്ന അവസ്ഥ, ആ വലിയ ദർശനം നമുക്കുണ്ടാവണം. അപ്പോൾ മക്കളെ സ്നേഹിക്കാൻ പറ്റും, അപ്പോൾ മക്കൾക്ക് വേണ്ടി ജീവിക്കാൻ പറ്റും. മാത്രമല്ല, മക്കൾക്ക് വേണ്ടി ജീവിച്ചതിൻ്റെ പേരിൽ പരാതി പറയാൻ തോന്നില്ല. കാരണം ദൈവനിയോഗമനുസരിച്ച് ഉള്ള ജീവിതമായിരുന്നു അത്. നീയോ കുഞ്ഞെ അത്യുന്നതൻ്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും.
പ്രവാചകനായിരിക്കും, ജനങ്ങൾക്ക് വഴിയൊരുക്കും. അപ്പോൾ വലിയ പ്രോത്സാഹനത്തിൻ്റെ വാക്കാണ് ഈ അമ്മ, ഈ അപ്പൻ ഈ യോഹന്നാൻ മാമോദീസയോട് പറഞ്ഞുകൊണ്ടിരുന്നത്. മക്കളെ സ്നേഹിച്ച് വളർത്തണം എന്നതുപോലെ തന്നെ മക്കൾക്ക് യഥാസമയം വേണ്ടത്ര പ്രോത്സാഹനം നൽകി, എൻകറേജ്മെന്റ്, പ്രോത്സാഹനം നൽകി, ജീവിതത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ നൽകി മക്കളെ വളർത്തണം. അവരെന്തായിത്തീരണം, എങ്ങനെയൊക്കെയായി മാറണം, അതിനെക്കുറിച്ച് വ്യക്തമായ കാഴ്ചപ്പാട് നിങ്ങൾക്കുണ്ടാകണം. ഇഷ്ടം പോലെ വളരുമ്പോൾ ആയിക്കോട്ടെ, ഇഷ്ടം പോലെ തീർന്നുകൊള്ളട്ടെ എന്നൊക്കെ വിചാരിച്ചാൽ എന്തായിത്തീരുമെന്ന് അവർക്ക് പോലും അറിയില്ല. നിങ്ങൾ ഓർത്തു നോക്കുകയെ, മൈക്കിൾ ആഞ്ചലോയുടെ കഥ രസകരമായ ഒരമ്മയുടെയും മോൻ്റെയും കഥയാണ്. മൈക്കിൾ ആഞ്ചലോ ഒരിക്കൽ കുഞ്ഞായിരിക്കുന്ന കാലഘട്ടത്തിൽ വളരെ രസകരമായ വിധത്തിൽ അവൻ്റെ അമ്മ അവൻ ഒരിക്കൽ വീട്ടിൽ ഇട്ടിട്ട് പോകുക എന്ന് പറഞ്ഞാൽ വീട്ടിലെ മുറിയിലാക്കിയിട്ട് അമ്മ ഷോപ്പിങ്ങിന് പോയതാണ്. അമ്മയ്ക്ക് എന്തൊക്കെയോ സാധനങ്ങൾ വീട്ടിലേക്ക് വാങ്ങിക്കേണ്ടായിരുന്നു. അപ്പൻ ജോലിക്ക് പോയി, അതുകൊണ്ട് വേറെ ആരും പോകാനുണ്ടായിരുന്നില്ല. ഈ സാഹചര്യത്തിൽ മൈക്കിൾ ആഞ്ചലോയെ മുറിയിലാക്കിയിട്ട് കഥ കടച്ച് അമ്മ ഷോപ്പിങ്ങിന് പോയി. അമ്മ ഷോപ്പിങ്ങിന് പോയിട്ട് തിരിച്ചു വരുമ്പോൾ, ഒരു സഞ്ചിയുമായിട്ട് സാധനങ്ങളെല്ലാമായിട്ട് വരുമ്പോൾ, അമ്മ പറഞ്ഞ പോലെയൊന്നും വേഗം വന്നില്ല. വരാമെന്ന് പറഞ്ഞിട്ട് പോയി. മൈക്കിൾ ആഞ്ചലോ മുറിയിൽ ഇരുന്നിരുന്നും അടുത്ത് കൊച്ചല്ലേ, അവൻ ഓടിപ്പാഞ്ഞ് നടക്കുന്ന കുഞ്ഞ് എന്ത് ചെയ്തു? അവൻ അപ്പോഴാണ് കാണുന്നത് അവിടെ കിടക്കുന്ന കരിക്കട്ട അടുപ്പിൻ്റെ അടുത്ത്. ഈ കരിക്കട്ട എന്തോ എടുത്തിട്ട് ഇവൻ അവൻ്റെ കൈ കൊണ്ട് ഭിത്തിയേക്കട മുഴുവൻ അവന് ഇഷ്ടമുള്ള എല്ലാ പക്ഷികളുടെയും എല്ലാത്തിൻ്റെയും പടങ്ങൾ ഓരോന്നോരോന്നായി വരച്ചു വെച്ചു. തുമ്പിയുടെയും പറവയുടെയും പക്ഷിയുടെയും അങ്ങനെ എല്ലാം അവന് കൈ എത്തുന്നതോടൊക്കെ ഓരോ പ്രാവശ്യം വര കഴിയുമ്പോൾ അവൻ നോക്കും, മമ്മി വന്നോ? മമ്മി വന്നിട്ടില്ല. അവന് പിന്നെയും വിഷമവും, തനിയെ ഇരുന്ന് ബോറടിക്കുക. അപ്പോൾ അവൻ എന്ത് ചെയ്തു? അങ്ങനെ ഭിത്തി മുഴുവൻ വരച്ചു, അവൻ്റെ കൈ എത്തുന്നിടം എല്ലാം വരച്ചു. എന്നിട്ടും പിന്നെയും നോക്കി, മമ്മി വന്നോ? മമ്മി വന്നിട്ടില്ല. അവന് പ്രയാസമായി. പ്രിയ സഹോദരങ്ങളെ, അപ്പോഴാണ് അവൻ നോക്കുന്നത്, അടുത്തൊരു മരപ്പെട്ടി ഇരിക്കുന്നു, മരം കൊണ്ടുണ്ടാക്കിയ പെട്ടി ഇരിക്കുക, ഒരു ബോക്സ്. അവൻ എന്ത് ചെയ്തു? അവൻ കൊച്ചല്ലേ, അവനെ തുറന്നു നോക്കി. അതിനകത്ത് നിറയെ തുണികൾ ഇരിപ്പുണ്ട്. അവനാ തുണികൾ ഓരോന്നോരോന്നും എന്ത് ചെയ്തു? എടുത്ത് താഴെയിട്ടു. അപ്പോൾ അതിൽ തന്നെ രസകരമായൊരു തുണി, നല്ലൊരു കസവുമുണ്ട്. അവൻ എന്ത് ചെയ്ത്? ഈ കരിക്കട്ട എടുത്ത് ഈ തുണിയിൽ മുഴുവൻ പടം വരയ്ക്കാൻ തുടങ്ങി. ഈ കാക്കയുടെയും പട്ടിയുടെയും പൂച്ചയുടെയും എല്ലാത്തിൻ്റെയും പടം വരച്ചുകൊണ്ടിരുന്നു. അതിനിടയ്ക്ക് അമ്മ വന്ന് കതക് തുറന്ന് അകത്തേക്ക് കയറുക. അമ്മ നോക്കുമ്പോൾ തൻ്റെ പൊന്നോമന കുട്ടൻ മൈക്കിൾ ആഞ്ചലോ വളരെ ഗൗരവത്തിൽ സീരിയസ് ആയിട്ട് ഇരുന്നുകൊണ്ട് ഇങ്ങനെ പടം വരയ്ക്കുക. അമ്മ ഉടനെ തന്നെ നോക്കിയപ്പോൾ എന്ത് തുണിയല്ല പടം വരയ്ക്കുന്നത്? അമ്മ വളരെ സൂക്ഷിച്ചു വെച്ചിരുന്ന തുണിയാണ് അമ്മയുടെ കെട്ടുസാരി. ഈ കെട്ടുസാരിയിലാണ് ഇവൻ പടം വരച്ചുകൊണ്ടിരിക്കുക. അമ്മയ്ക്ക് വാസ്തവത്തിൽ ഉള്ളിൻ്റെ ഉള്ളിൽ വലിയ വിഷമവും വേദനയൊക്കെ തോന്നി. പക്ഷെ അമ്മ അതൊന്നും പ്രകടിപ്പിക്കാതെ ഈ സഞ്ചി, താൻ വാങ്ങിച്ചുകൊണ്ട് സാധനവും സഞ്ചിയും എല്ലാം താഴെ വെച്ചിട്ട് മൈക്കിൾ ആഞ്ചലോയെ എടുത്ത് മാറോടെടുത്ത് ചേർത്ത് വെച്ചിട്ട് തുരുതുരാ മുത്തം കൊടുത്തിട്ട് പറഞ്ഞു, ഓ എൻ്റെ മോൻ്റെ പടം കണ്ടോ, എത്ര രസമാണ്, എത്ര സുന്ദരമാണ്. ആ പറവ ഇപ്പോൾ പറന്നു പോകുന്ന പോലെ തോന്നും, ആ പക്ഷി ഇപ്പോൾ ഓടിപ്പോകുന്ന പോലെ തോന്നും. ഓ ഇത്ര നന്നായിട്ട് മോൻ പടം വരയ്ക്കുമോ? മോനെ സമ്മതിക്കണം കേട്ടോ, മോൻ അഭിനന്ദനങ്ങൾ. അമ്മ വീണ്ടും വീണ്ടും ഇങ്ങനെ പറഞ്ഞുകൊണ്ട് മൈക്കിൾ ആഞ്ചലോയ്ക്ക് വീണ്ടും വീണ്ടും അഭിനന്ദനങ്ങളും ചുംബനങ്ങളും കൊടുത്തുകൊണ്ടിരുന്നു. അതെല്ലാം കഴിഞ്ഞ് മൈക്കിൾ ആഞ്ചലോയെ അമ്മ താഴെ വെച്ചു. അമ്മ സ്വസ്ഥമായി. അതിനുശേഷം അവന് വേണ്ടതെല്ലാം തിന്നാനും കുടിക്കാനൊക്കെ കൊടുക്കുന്നതിൻ്റെ ഇടയ്ക്ക് മൈക്കിൾ ആഞ്ചലോയുടെ അമ്മ മോനോടൊരു കാര്യം പറഞ്ഞു. മോനറിയില്ല, ഇത് നമ്മുടെ വീടായിരുന്നു, ഇത് നോക്കി അപ്പം അഴുക്കായില്ലേ ഇപ്പോൾ, ഇത് അമ്മയുടെ കെട്ടുസാരിയായിരുന്നു, അത് മുഴുവൻ അഴുക്കായില്ലേ, ഇങ്ങനെയുള്ളിടത്തൊന്നും പടം വരയ്ക്കരുത്. അടുത്ത ദിവസം മമ്മി മോന് ഷോപ്പിങ്ങിന് പോയിട്ട് വരുമ്പോൾ ക്യാൻവാസ് വാങ്ങിച്ചുകൊണ്ട് വരാം, പടം വരയ്ക്കാനുള്ള കടലാസും ഡ്രോയിങ് വരയ്ക്കാനുള്ള പെൻസിലും ഒക്കെ വാങ്ങിച്ചുകൊണ്ട് വരാം. മോൻ അതിനുശേഷം ഇഷ്ടം പോലെ വരച്ചു. ഇനി ഒരിക്കലും ഇങ്ങനെ തുണിയിലും നല്ല തുണിയിലും നമ്മുടെ ഭിത്തിയിലൊന്നും വരച്ചു വെക്കരുത്. അമ്മ അവന് എഡ്യൂക്കേഷനും കൊടുത്തു. തുടർന്ന് നമ്മൾ മൈക്കിൾ ആഞ്ചലോയുടെ കഥയിലേക്ക് കടന്നു നോക്കുകയും ജീവിതത്തിലേക്ക് ഒന്ന് ഇറങ്ങി നോക്കുകയും മൈക്കിൾ ആഞ്ചലോ ലോക പ്രശസ്തനായ കലാകാരനായിട്ട് മാറുകയാണ്. ചരിത്രത്തിൽ അന്നോളം ഇന്നോളം മൈക്കിൾ ആഞ്ചലോ ഒരു തെറ്റ് പറഞ്ഞാൽ വെല്ലുവിളിക്കാൻ പറ്റുന്ന ഒരു കലാകാരൻ ഉണ്ടായിട്ടില്ല. ഈ മൈക്കിൾ ആഞ്ചലോ ഇങ്ങനെ ഓരോ സ്ഥലത്തും പ്രഗത്ഭനായി പടങ്ങൾ വരച്ച് അവാർഡുകൾ വാങ്ങിക്കുമ്പോൾ, ഈ സ്റ്റേജിൽ കയറി നിന്ന് അവാർഡ് വാങ്ങിക്കുമ്പോൾ വളരെ സരസമായി പറയുമായിരുന്നു അത്രയും, ഈ അവാർഡ് വാങ്ങിക്കേണ്ട കരങ്ങൾ ഈ കരങ്ങളല്ല, എൻ്റെ കരങ്ങളല്ല, മറിച്ച് എൻ്റെ അമ്മയുടെ കരങ്ങളാണ്. എന്നിലെ കലാകാരനെ കൊല്ലാനും വളർത്താനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരുന്ന അമ്മയ്ക്കായിരുന്നു. അന്ന് ഞാൻ ഇങ്ങനെ പടം വരച്ചുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ അമ്മ വന്നിട്ട് ദേഷ്യത്തോടെ ഒരുപക്ഷേ എൻ്റെ കരങ്ങളിൽ ഒരടി തന്നിരുന്നെങ്കിൽ, എന്നെ ഒന്ന് കറുത്ത മുഖത്തോടെ കോപത്തോടെ എന്നെ ഒന്ന് നോക്കിയിരുന്നുവെങ്കിൽ എന്നിലെ കലാകാരൻ അന്നേ മരിച്ചു പോകുമായിരുന്നിരിക്കാം. പക്ഷെ അമ്മ എന്നെ എടുത്ത് ചുടുചുംബനം നൽകിക്കൊണ്ട്, സ്നേഹം നൽകിക്കൊണ്ട്, നിരന്തരം പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് എന്നെ പ്രേരിപ്പിച്ചപ്പോൾ
എന്നിലെ കലാകാരൻ അന്ന് അവിടെ വളരുകയായിരുന്നു. അന്ന് അവിടെ വാസ്തവത്തിൽ പൂർണ്ണരൂപം പ്രാപിക്കുകയായിരുന്നു. പ്രിയപ്പെട്ട മാതാപിതാക്കളെ, നിങ്ങൾ ഓർക്കണം, നിങ്ങളുടെ മക്കൾ എങ്ങനെയായിത്തീരണമെന്ന്. നിങ്ങളുടെ ഓരോ വാക്കും, നിങ്ങളുടെ ഓരോ നോട്ടവും, നിങ്ങളുടെ ഓരോ അവരുള്ള സമീപനവും വളരെ പ്രധാനപ്പെട്ടതാണ്. പ്രത്യേകിച്ച് അവർ കുഞ്ഞായിരിക്കുന്ന കാലഘട്ടത്തിൽ നിങ്ങൾക്ക് അവരെ ഏത് രൂപത്തിൽ വേണമെങ്കിലും വാർത്തെടുക്കാം. ഒരു തരത്തിൽ പറഞ്ഞാൽ നിങ്ങളുടെ കരങ്ങളിൽ കൈ കിട്ടുന്ന വേറൊരു കാട്ടുകല്ലാണ് ഒരു കൊച്ച് എന്ന് വേണമെങ്കിൽ പറയാം. ആ കാട്ടുകല്ലിനെ നമുക്കറിയാമല്ലോ, വനത്തില് പാറയിൽ ഉള്ള ഈ കല്ലിനെ, ഒരു കല്ലിന്റെ കഥയെടുത്ത് നോക്കുകയെ, ആ കല്ലിനെ ഒരു ശില്പി എന്താ ചെയ്യുന്നത്? പല പ്രാവശ്യമായിട്ട് തട്ടിയും മുട്ടിയും ഉളിക്കും ചുറ്റിക്കൊക്കെ കൊത്തി 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 നാളുകൾ പിന്നിട്ട് കഴിയുമ്പോൾ ആ കല്ല് എന്തായി മാറി? മനോഹരമായൊരു ശില്പമായി മാറി. അതെല്ലാവർക്കും ആകർഷണീയമായി, എല്ലാവർക്കും അത് ആനന്ദമായി മാറുകയാണ്. അതാണ് ശില്പി ചെയ്യുന്നത്. ഒരു തരത്തിൽ പറഞ്ഞാൽ ഒരപ്പൻ, ഒരമ്മ എന്ന് പറയുന്നത് നല്ലൊരു ശില്പിയാണ്. എന്തിനു വേണ്ടിയിട്ടുള്ളത്? മക്കളെ മാനവികതയിലും ദൈവികതയിലേക്കും വാർത്തെടുക്കുന്ന ശില്പി. അതിനൊരു പക്ഷേ അതിന് ചേരുന്ന വിധത്തിൽ ചിലപ്പോൾ ഉളിയും ചുറ്റുകയും ഒക്കെയായിട്ട് അവരെ കൊത്തേണ്ടി വന്നേക്കാം, തട്ടേണ്ടി വന്നേക്കാം, മുട്ടേണ്ടി വന്നേക്കാം, ശാസിക്കേണ്ടി വന്നേക്കാം, ശിക്ഷിക്കേണ്ടി വന്നേക്കാം. പക്ഷേ നിയോഗം എന്താ? മനോഹരമായി മാറണം, സുന്ദരമായി മാറണം. നീയോ കുഞ്ഞെ, അത്യുന്നതന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. നീയോ കുഞ്ഞെ. അതാണ് അമ്മയും അപ്പനെയും കൊച്ചിനെ നോക്കുമ്പോൾ പറയുന്നത്. നീയോ കുഞ്ഞെ, നീ നല്ല മനുഷ്യനാകണം, നീ നല്ല ദൈവ മനുഷ്യനാകണം. നിന്നിൽ മാനവികതയും നിന്നിൽ ദൈവികതയും സമ്പഞ്ചസമായി സമ്മേളിച്ച് സമഗ്രമായ ഒരു വ്യക്തിത്വത്തിന്റെ ഉടമയായി മാറണം. ആ ദർശനത്തിൽ നിന്നുകൊണ്ട് മക്കളോട് ഇടപെടുമ്പോൾ, മക്കളോട് സംസാരിക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, മക്കൾ നല്ലവരായി മാറുക. അപ്പോൾ നമുക്കൊരു ദൗത്യമുണ്ട്. മറ്റു മനുഷ്യരിൽ നിന്നും മറ്റു വ്യക്തികളിൽ നിന്നൊക്കെ അവരെന്തോ പറയുന്നു, എന്ത് വിചാരിക്കുന്നു എന്നുള്ളതല്ല. തിരുവചനം നമ്മെ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നത് ഓരോ ശിശുവും ദൈവത്തിൻ്റെ ദാനമാണ്. ദൈവത്തിൻ്റെ ഇഷ്ടമനുസരിച്ച് അവരെ രൂപപ്പെടുത്തണമെന്നാണ്. മക്കളെ പ്രോത്സാഹിപ്പിക്കുന്നതോടൊപ്പം തന്നെ ജീവിതത്തിൻ്റെ വിവിധങ്ങളായ ഘട്ടങ്ങളിൽ അവർക്ക് വേണ്ടത്ര ഉത്തരവാദിത്തങ്ങൾ കൊടുത്ത് വളർത്തേണ്ടതുമുണ്ട്. ഇന്ന് പലപ്പോഴും നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാടുകളിലേക്ക് ഒന്ന് കണ്ണോടിച്ച് നോക്കുകയെ, പിള്ളേർക്ക് എന്താ അറിയാവുന്നത്? ഞാൻ കഴിഞ്ഞ ദിവസം എനിക്ക് പരിചയമുള്ള ഒരാൾ വീട്ടിൽ ഫോൺ വിളിച്ചപ്പോൾ 3-4 മക്കളുണ്ട് ആ വീട്ടിൽ. മൂത്ത കൊച്ച് ഇപ്പോൾ വാസ്തവത്തിൽ +2 കഴിഞ്ഞ് അടുത്ത പഠനത്തിനായിട്ട് കാത്തിരിക്കുന്നൊരു കാലഘട്ടമാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, പപ്പ എന്തേ? പപ്പ പാലെടുക്കാൻ പോയി. മമ്മി എന്തേ? മമ്മ അടുക്കളയിൽ പണിയെടുക്കുകയാണ്. മോൾ എന്ത് ചെയ്യുക? ഞാനിവിടെ ഇരുന്ന് TV കാണുക. പപ്പ പാലെടുക്കാൻ പോയെന്ന് പറഞ്ഞാൽ റബ്ബർ പാലെടുക്കാൻ പോയതാ. അപ്പോൾ ഞാൻ ആ കൊച്ചിനോട് ചോദിച്ചു, ഇപ്പോൾ അവധിക്കാലമായിരുന്നില്ലേ, പപ്പ വെട്ടിയിട്ട് കഴിയുമ്പോൾ പപ്പയ്ക്ക് റെസ്റ്റ് കൊടുത്തുകൂടായിരുന്നോ? മോൾക്ക് റബ്ബറിന്റെ പാലെടുത്താൽ എന്തായിരുന്നു? എനിക്ക് പാലെടുക്കാൻ അറിയില്ല. ആ കൊച്ച് ഉടനെ പറഞ്ഞു, എനിക്ക് പാലെടുക്കാൻ അറിയില്ല. കൊച്ചെന്ന് പറഞ്ഞാൽ 10-17 വയസ്സിലേക്ക് കടക്കുകയാണല്ലോ. എനിക്ക് പാലെടുക്കാൻ +2 കഴിഞ്ഞ കുട്ടിയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ നോക്കുകയെ, എനിക്ക് പാലെടുക്കാൻ അറിയില്ല, എനിക്ക് മുറ്റടിക്കാൻ അറിയില്ല, എനിക്ക് വെള്ളം കോരാൻ അറിയില്ല, എനിക്ക് ഭക്ഷണം ഉണ്ടാക്കാൻ അറിയില്ല. നമ്മുടെ വീട്ടിൽ ഇന്നത്തെ ഒരു അവസ്ഥയാണ്. മക്കളെ വളർത്തിക്കൊണ്ടുവരുന്ന രീതി വെറും കുറച്ച് കണക്കും കുറച്ച് ഇംഗ്ലീഷും മാത്രം പഠിച്ചുകൊണ്ട് എന്ത് കാര്യം മക്കള്? നമ്മളത് മനസ്സിലാക്കേണ്ടതുണ്ട്. പണ്ടൊക്കെ എന്തായിരുന്നു അമ്മമാർ ചെയ്തുകൊണ്ടിരുന്നത്? ഇന്നെല്ലാം കാലങ്ങൾ മാറുന്നു. പക്ഷേ മക്കൾക്ക് എത്രത്തോളം ശേഷിയുണ്ട് വ്യത്യസ്ത മേഖലകളിൽ, വ്യത്യസ്ത സാഹചര്യങ്ങളിൽ, വ്യത്യസ്ത രീതിയിൽ പ്രവർത്തിച്ച് മുന്നേറാൻ, സമസ്ത മേഖലയിലും പക്വതയിലേക്ക് വളർത്താൻ മാതാപിതാക്കൾ എത്രത്തോളം പരിശ്രമിക്കുന്നു. ഞാനോ വല്ലാതെ കഷ്ടപ്പെട്ടു, ഇനി എൻ്റെ മക്കളായിട്ട് വലിയ വിഷമമൊന്നും പെടണ്ട എന്ന് വിചാരിക്കുന്നവരും പറയുന്ന പോലും ഉണ്ട്. പണ്ടെന്താ ചെയ്തുകൊണ്ടിരുന്നേ? അമ്മ ചെമ്പുകലത്തിൽ, വലിയ കലത്തിൽ വെള്ളം എടുത്തുകൊണ്ട് പോകുമ്പോൾ കൊച്ചിൻ്റെ തലയിൽ എന്ത് കൊടുക്കുമായിരുന്നു? ചെറിയ കുഞ്ഞു കുടങ്ങളുണ്ട്, മൊന്തയെന്നോ എങ്ങനെയാതൊക്കെ പണ്ട് പറയുന്ന, ആ തലയിൽ വെള്ളം വെച്ച് കൊടുക്കും. 1 ഗ്ലാസ് 2 ഗ്ലാസ് വെള്ളം ഒരു പക്ഷേ അതിനകത്ത് കൊള്ളുമായിരുന്നുള്ളൂ. പക്ഷേ ഈ തലയിൽ വെള്ളം വെച്ച് കൊച്ചി പിടിച്ചു പോകുമ്പോൾ കഴുത്തും തലയെല്ലാം വിറയ്ക്കും. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ 4-5 പ്രാവശ്യം കൊച്ചിങ്ങനെ കൊണ്ടുപോയി കഴിയുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഈ കൊച്ചിൻ്റെ കഴുത്തിൻ്റെ അസ്ഥികളും ഞരമ്പുകളും എല്ലാം ഉറയ്ക്കും, ബലം പ്രാപിക്കും, അതിന് ബലം കിട്ടുകയാണ്, അത് വളരുകയാണ്. മക്കളുടെ ജീവിതത്തിൻ്റെ ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കണം. നമ്മൾ നോക്കിക്കേ, നമ്മൾ കോഴിക്കുഞ്ഞുങ്ങളെയും കോഴിത്തള്ളയും കണ്ടിട്ടില്ലേ? ഈ കോഴിത്തള്ള കുഞ്ഞുങ്ങളായിട്ട് ഇറങ്ങി വരുമ്പോൾ എന്താ ചെയ്യുന്നത്? അമ്മ കോഴിത്തള്ളയ്ക്കും കുഞ്ഞുങ്ങൾക്കുമായിട്ട് താവലോ നുറുക്കരിയൊക്കെ ഇട്ട് കൊടുക്കും. അപ്പോൾ കുഞ്ഞുങ്ങളെ നോക്കി നിൽക്കുകയുള്ളൂ. കുഞ്ഞുങ്ങളെ നോക്കി നിൽക്കുമ്പോൾ ഈ കോഴിത്തള്ള എന്താ ചെയ്യുന്നത്? കുഞ്ഞുങ്ങളെ മെല്ലെ തട്ടും ചുണ്ടേല്. അപ്പോൾ ചുണ്ടേ തട്ടുമ്പോൾ എന്താ ചെയ്യുന്നത്? അതിനൊക്കെ അല്പം വിഷമം തോന്നും. അപ്പോൾ തള്ള എന്നിട്ട് കീഴോട്ട് ഈ അരി കൊത്തി തിന്നാനായിട്ട് നോക്കും.
അപ്പോൾ തള്ള കാണിക്കുന്നത് കണ്ട് ഈ കുഞ്ഞുങ്ങളും കീഴോട്ട് തലതിരിക്കും. അപ്പോൾ ആ കൊത്തി തിന്നും. ഇനി എത്രയും കൂടി കഴിഞ്ഞു കഴിഞ്ഞാലോ ഈ തള്ളയ്ക്ക് മനസ്സിലാവും ഈ കുഞ്ഞുങ്ങളെ ഇതിനെ കൊണ്ട് മാത്രമാവില്ല. എന്ത് ചെയ്യും? അതുങ്ങളെ പുറത്തു കൊണ്ടുപോയി തെരഞ്ഞു തീറ്റിയിട്ട് കൊടുക്കും. കുറച്ച് കഴിയുമ്പോൾ ഈ കുഞ്ഞുങ്ങൾ വളരും. തള്ളക്കോഴി എന്ത് ചെയ്യും? താൻ തന്നെ തെരഞ്ഞു കൊടുത്താൽ മതിയാവില്ല എന്ന് കോഴിക്ക് മനസ്സിലാവും. ഇതുങ്ങളെ തെരയാൻ പിടിപ്പിക്കും. കുഞ്ഞുങ്ങളും കൂടി തെരയും. ഇനി ഇത്രയും കൂടി കഴിയുമ്പോഴോ ഇതിൻ്റെ ഇടയ്ക്ക് പാക്കാനോ കയറുന്നോ ഒന്ന് ഈ കുഞ്ഞുങ്ങളെ പറക്കാൻ വരും. കുഞ്ഞുങ്ങളെ എന്ത് ചെയ്യും? അമ്മ തൻ്റെ ചിറകിൻ കീഴിൽ ഒതുക്കും. പക്ഷെ കുഞ്ഞുങ്ങൾ പിന്നെയും വളർന്നു പോയി. അമ്മ എന്ത് ചെയ്യും? ഈ പൊന്തക്കാട്ടിൽ ഒളിക്കാൻ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കും. എല്ലാത്തിനും ചിറകിൻ കീഴിൽ വെക്കുകയില്ല. അങ്ങനെ ഒളിച്ച് വളർത്തുകയാണ്. സ്വന്തമായിട്ട് ജീവിതത്തിലേക്ക് വളർത്തി രൂപപ്പെടുത്തിയെടുക്കുകയാണ്, ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിച്ച്. ഇത്രയും കൂടി കഴിയുമ്പോഴോ അമ്മ നോക്കുമ്പോൾ ഈ കോഴിക്കുഞ്ഞുങ്ങൾക്ക് എൻ്റെ പോലെ ചുണ്ടും ചിറകും വാലും എല്ലാം ആയിരിക്കുക. അമ്മ എന്താ ചെയ്യുന്നത്? ഈ കോഴിത്താളി എന്താ ചെയ്യുന്നത്? അതുങ്ങളെ കൊത്തി തിരിക്കും. അതുങ്ങൾ സ്വന്തം കാലിൽ നിൽക്കാനായിട്ട് വിടുകയാണ്, റെസ്പോൺസിബിലിറ്റി ഏൽപ്പിച്ചുകൊണ്ട്. പ്രിയപ്പെട്ടവരെ, ഇതൊക്കെ നമ്മുടെ ജീവിതത്തിലെ ചുറ്റുപാടുകളിൽ ഈ കോഴികളും കുഞ്ഞുങ്ങളും ഒക്കെ ചെയ്യുന്ന കാര്യങ്ങളാണ്. നമ്മുടെയും ജീവിതത്തിൽ, നമ്മുടെയും കുടുംബത്തിൽ സമ്പത്ത് വരിക എന്നുള്ളതല്ല, മക്കളെ സ്ഥായിയായി വളർത്തിയെടുക്കുക. സമഗ്ര മേഖലകളിലും സമഗ്രമായ വിധത്തിൽ അവരെ പക്വതയിലേക്ക് വളർത്തുക, അത് അനിവാര്യ ഘടകമാണ്. ജീവിതത്തിൻ്റെ ഏത് റിസ്ക്കും, ഏത് ടാസ്കും, ഏത് ദൗത്യവും, ഏത് പ്രതിസന്ധിയും ഏറ്റെടുക്കുവാനും അഭിമുഖീകരിക്കുവാനും നേരിടുവാനും അവരെ പ്രാപ്തരാക്കുന്ന വിധത്തിൽ വേണം അവർക്ക് രൂപീകരണം കൊടുക്കുവാൻ. പ്രിയപ്പെട്ടവരെ, കർത്താവ് അതാണ് നമ്മിൽ നിന്ന് ആഗ്രഹിക്കുക. എല്ലാ വിധത്തിലും ദൈവത്തിനും മനുഷ്യർക്കും സ്വീകാര്യരായ വിധത്തിൽ മക്കളെ രൂപപ്പെടുത്തിയെടുക്കുവാനുള്ള കൃപ കർത്താവിൽ നിന്ന് നമുക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കാം. കർത്താവായ യേശുവേ, അവിടുത്തെ കരങ്ങളിൽ ഞങ്ങളെ മുഴുവനായി സമർപ്പിക്കുന്നു. ഞങ്ങളുടെ രക്ഷകനായ യേശുവേ, അവിടുത്തെ പരിശുദ്ധാത്മാവിനെ അയച്ച് അങ്ങ് ദാനമായി നൽകിയ എല്ലാ മക്കളെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. ഈ മക്കളെ അവിടുത്തെ ചൈതന്യത്തിന് ചേർന്ന വിധം, സുവിശേഷ വചനത്തിന് ഉതകുന്ന വിധത്തിൽ ചേർന്ന വിധം രൂപപ്പെടുത്തിയെടുക്കുവാൻ, വളർത്തിയെടുക്കുവാൻ എല്ലാ മക്കളെയും എല്ലാ മാതാപിതാക്കളെയും അങ്ങ് അനുഗ്രഹിക്കണമേ. ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ ചൊരിയുന്ന എല്ലാ നന്മകളെ ഓർത്ത് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, നന്ദി പറയുന്നു, മഹത്വപ്പെടുത്തുന്നു. ആമീൻ. വിശദ വിവരങ്ങൾക്ക് എഴുതുക: ഡയറക്ടർ, ഡിവൈൻ വിഷൻ, ഡിവൈൻ റിട്രീറ്റ് സെന്റർ, മുരിങ്ങൂർ, ചാലക്കുടി 680316, കേരള, ഇന്ത്യ. ടെലിഫോൺ നമ്പർ 00914802708098, 00914802702613. ഫാക്സ് നമ്പർ 00914802708097. ഇമെയിൽ ID divine@md2.vsnl.net. Website www.drcm.org. Praise the Lord. സഹോദര സഹോദരി, ജീവിതത്തിന്റെ അവസ്ഥകളിൽ, ഈ സഹനങ്ങളിൽ, ഈ നൊമ്പരങ്ങളിൽ ദൈവം നിന്നോട് കൂടെയുണ്ട്. നിന്റെ ജീവിതത്തെ അനുഗ്രഹമാക്കി മാറ്റുവാൻ ദൈവമേ, നിന്റെ സ്നേഹം ഒരു കോടി സൂര്യന്റെ തേജസ്സെങ്കിൽ ദിവ്യകാരുണ്യമേ, എന്റെ പൊന്നേശുനാഥ. സ്നേഹത്തണൽ ഇന്ന് രാത്രി